ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി ആദ്യ മുസ്ലിം വംശജൻ സൊഹ്റാൻ മന്ദാനി സ്ഥാനമേറ്റിട്ട് 100 ദിവസം തികയുന്നു. നഗരത്തിലെ സാധാരണക്കാരുടെ ജീവിതച്ചെലവ് കുറയ്ക്കുമെന്ന വാഗ്ദാനവുമായി അധികാരമേറ്റെടുത്ത മന്ദാനി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയും നഗരത്തിലെ എല്ലാവർക്കും ശിശുപരിചരണം ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ട് നിരവധി പ്രതിബന്ധങ്ങളും പരീക്ഷണങ്ങളും അതിജീവിച്ചാണ് മേയർ പദവിയിൽ 100 ദിവസം തികയ്ക്കുന്നത്. അന്യായമായ വാടകയും ശിശുപരിചരണത്തിന് ഉയർന്ന സാമ്പത്തിക ചെലവും കാരണം ഞെരുങ്ങിക്കഴിയുകയായിരുന്ന അന്തരീക്ഷത്തിലേക്കാണ് മന്ദാനിയുടെ രംഗപ്രവേശനം. തന്റെ അധികാരപരിധിയിലുള്ള സാധാരണക്കാർക്കും തൊഴിലാളി വിഭാഗത്തിനും മുഖ്യ പരിഗണന ഉണ്ടാകുമെന്ന് മന്ദാനി പറഞ്ഞിരുന്നു. എല്ലാവർക്കും സൗജന്യ ശിശുപരിചരണം ഉറപ്പാക്കുന്നതിനായി ഗവർണറുമായി ചേർന്ന് $1.2 ബില്യൺ ഫണ്ട് അനുവദിക്കാനും മന്ദാനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നഗരവാസികളുടെ ചിരകാല പ്രയാസമായിരുന്ന പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ പുനർനിർമ്മാണവും മന്ദാനിയെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജനപ്രിയനായ മേയറാക്കുകയായിരുന്നു. ഇതുകൂടാതെ ന്യൂയോർക്ക് മേയറായി സ്ഥാനമേറ്റെടുത്തതിനു പിന്നാലെ ഇസ്രായേലിന് അനുകൂലമായി മുൻ മേയർ സ്വീകരിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ റദ്ദാക്കാനും മന്ദാനി മടിച്ചില്ല. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനായി മുൻ മേയർ കൈക്കൊണ്ട ഉത്തരവുകളെ റദ്ദാക്കുന്നതിനായുള്ള ഉത്തരവിൽ ഒപ്പുവെക്കുകയായിരുന്നു. അതാണ് മന്ദാനിയുടെ ആദ്യത്തെ നടപടി. ഇന്റർനാഷണൽ ഹോളോകോസ്റ്റ് റിമംബറൻസ് അലയൻസ് ആന്റി സെമിറ്റിസത്തിന്റെ നിർവചനം അംഗീകരിച്ചതും ഇതിൽ ഉൾപ്പെടും. ഭരണകാര്യങ്ങളിലുടനീളം മന്ദാനിയുടെ തീരുമാനങ്ങളിലും നിലപാടുകളിലും പ്രശംസയുമായി നിരവധി പേർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നെങ്കിലും ചില നീക്കങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങളും മന്ദാനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതിസമ്പന്നർക്ക് മേൽ കൂടുതൽ നികുതി ചുമത്താനുള്ള മന്ദാനിയുടെ നീക്കം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. നികുതി വർദ്ധിപ്പിച്ചാൽ കോടീശ്വരന്മാർ നഗരം വിടുമെന്നാണ് വിമർശകരുടെ വാദം. കൂടാതെ മുസ്ലിം വംശജനായതിന്റെ പേരിൽ വലതുപക്ഷ സംഘടനകളിൽ നിന്ന് കടുത്ത അധിക്ഷേപങ്ങളും ഇക്കാലയളവിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പലതും നേരിടേണ്ടി വന്നെങ്കിലും സാധാരണക്കാരുടെ ശബ്ദം ഏറ്റെടുത്ത് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് മേയർ മന്ദാനിയുടെ ആദ്യ 100 ദിവസത്തിന്റെ പ്രത്യേകത. ന്യൂയോർക്കിലെ ആദ്യ മുസ്ലിം മേയറും ഏഷ്യൻ വംശജനായ ആദ്യ മേയറുമാണ് മന്ദാനി. ന്യൂയോർക്ക് കുടിയേറ്റക്കാരാൽ നിർമ്മിതമാണെന്നും ഇനി ഒരു കുടിയേറ്റക്കാരൻ തന്നെ ന്യൂയോർക്കിനെ നയിക്കുമെന്നും പറഞ്ഞാണ് 34-കാരനായ മന്ദാനി ന്യൂയോർക്കിന്റെ അമരത്തേക്ക് എത്തുന്നത്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത മന്ദാനി അവയ്ക്ക് പരിഹാരം ഉറപ്പു നൽകിയാണ് ജനവിധി സ്വന്തമാക്കിയത്. ഇന്ത്യയിൽ ജനിച്ച ഉഗാണ്ടൻ അക്കാദമീഷ്യനായ മഹ്മൂദ് മന്ദാനിയുടെയും ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും മകനാണ് സൊഹ്റാൻ മന്ദാനി. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് സൊഹ്റാൻ ജനിച്ചതും കുട്ടിക്കാലം ചെലവഴിച്ചതും. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളെയും സ്വേച്ഛാധിപത്യ പ്രവണതകളെയും എതിർക്കുന്നത് തന്റെ ഭരണകൂടത്തിന്റെ കേന്ദ്ര ബിന്ദുവാകുമെന്ന് മന്ദാനി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മന്ദാനി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്ക് സിറ്റിക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനുവരിയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം പിന്നീട് നടന്ന 3 പ്രധാന തിരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥികൾക്കായിരുന്നു വിജയം. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പുതിയ തലമുറ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാനും പ്രതിസന്ധിയിലായ പാർട്ടിക്ക് പുതിയ ഊർജ്ജം പകരാനും ഈ വിജയങ്ങൾ ഡെമോക്രാറ്റിക് പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം തന്റെ പ്രസിഡന്റ് സ്ഥാനത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ തിരിച്ചുവിട്ടിട്ടുമുണ്ട്. ഡെമോക്രാറ്റിക് കോൺഗ്രസ് നേതാക്കളെയും ന്യൂയോർക്ക് സിറ്റിയെയും ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കങ്ങളിൽ ട്രംപ് ഭരണകൂടം മുമ്പും ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട് എങ്കിലും ഇതിനിടയിൽ പോരാടാനാണ് തീരുമാനിക്കുന്നതെന്ന് മന്ദാനി നിലപാട് വ്യക്തമാക്കിയിരുന്നു. മന്ദാനിയോട് പണ്ട് മുതലേ ട്രംപിന് താല്പര്യമില്ല. കമ്മ്യൂണിസ്റ്റാണെന്നും തിരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടുമെന്നും ട്രംപ് ആക്ഷേപിച്ചിട്ടുണ്ട്. മേയറായതുകൊണ്ട് കാര്യമില്ല, വാഷിംഗ്ടണിനോട് കൂറില്ലെങ്കിൽ കാശുണ്ടാവില്ലെന്നായിരുന്നു ട്രംപിന്റെ ആക്ഷേപം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.